ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ 2025 ജൂൺ ആദ്യവാരം പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ അവാർഡുകൾ അത്രത്തോളം പ്രിയപ്പെട്ടതാണ് PSCക്ക്. വരുന്ന PSC പരീക്ഷകളിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അവാർഡ് ജേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ് അല്ലേ? കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാന മന്ദിരം എവിടെയാണ്? തൃശ്ശൂരാണ്. മലയാള ഭാഷയെയും അതിൻ്റെ സാഹിത്യ പൈതൃകത്തെയും സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി സ്ഥാപിച്ച ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി. ഇത് 1956 ഒക്ടോബർ 15 തിരുക്കൊച്ചി സർക്കാർ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിലാണ് രൂപീകരിച്ചത്. പിന്നീട് 1958 ഇതിന്റെ ആസ്ഥാനം തൃശ്ശൂരേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഈ 2024 പ്രധാനപ്പെട്ട കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ആർക്കൊക്കെയാണ് നമുക്ക് നോക്കാം. മികച്ച നോവൽ GR ഇന്ദുഗോപന്റെ ആനോ എന്ന കൃതിക്കാണ്. ആനോ എന്ന നോവലാണ് മികച്ച നോവലായി തെരഞ്ഞെടുത്തത്. ഈ GR ഇന്ദുഗോപൻ ധാരാളം അവാർഡുകൾ നേടിയ വ്യക്തിയാണ്. GR ഇന്ദുഗോപൻ അദ്ദേഹത്തിന്റെ ആനോ എന്ന നോവലാണ് മികച്ച നോവലായി തെരഞ്ഞെടുത്തത്. അതുപോലെ മികച്ച കവിത അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ്. മികച്ച കവിത അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതയ്ക്കാണ്. മികച്ച ചെറുകഥ വി ഷിനിലാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. വി ഷിനിലാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കൃതിക്കാണ് ചെറുകഥ പുരസ്കാരം ലഭിച്ചത്. മികച്ച ബാലസാഹിത്യമായി തെരഞ്ഞെടുത്തത് EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിക്കാണ്. മികച്ച ബാലസാഹിത്യം EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ എന്ന കൃതിക്കാണ്. ജീവചരിത്രം K രാജശേഖരന്റെ ഞാൻ എന്ന ഭാവം എന്ന കൃതിക്കാണ്. K രാജശേഖരന്റെ ഞാൻ എന്ന ഭാവം. നമുക്കൊന്നുകൂടെ നോക്കാം. മികച്ച നോവൽ GR ഇന്ദുഗോപന്റെ ആനോ. മികച്ച കവിത അനിത തമ്പിയുടെ മുരിങ്ങ വാഴ കറിവേപ്പ്. മികച്ച ചെറുകഥ വി ഷിനിലാലിന്റെ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. മികച്ച ബാലസാഹിത്യം EN ഷീജയുടെ അമ്മ മണമുള്ള കനിവുകൾ. മികച്ച ജീവചരിത്രം K രാജശേഖരന്റെ ഞാൻ എന്ന ഭാവം എന്ന കൃതിക്കാണ്. പിന്നീട് മറ്റുള്ള അവാർഡുകൾ. മികച്ച നാടകം ശശിധരൻ നടുവിൽ എഴുതിയ പിത്തള ശലഭം എന്ന നാടകമാണ് മികച്ച നാടകമായി കേരള സാഹിത്യ അക്കാദമി 2024 പുരസ്കാരത്തിന് അർഹമായത്. അതുപോലെ മികച്ച വൈജ്ഞാനിക സാഹിത്യം ശ്യാംകുമാറിന്റെ ആരുടെ രാമൻ എന്ന കൃതിയാണ്. മികച്ച വൈജ്ഞാനിക സാഹിത്യം ശ്യാംകുമാറിന്റെ ആരുടെ രാമൻ എന്ന കൃതിയാണ്. അതുപോലെ മികച്ച ഉപന്യാസം M സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം. സാഹിത്യ അക്കാദമിയുടെ പ്രത്യേക ഫെലോഷിപ്പ് അവാർഡ് കൂടി ഈ M സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം എന്ന കൃതി കരസ്ഥമാക്കുകയുണ്ടായി. മികച്ച ഉപന്യാസമാണ് M സ്വരാജിന്റെ പൂക്കളുടെ പുസ്തകം. സാഹിത്യ അക്കാദമി എൻഡോമെന്റ് അവാർഡ് കൂടി M സ്വരാജിന്റെ ഈ കൃതി കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള സാഹിത്യ അക്കാദമി 2024 വിശിഷ്ടാംഗത്വം നൽകിയ വ്യക്തികൾ. ഇത് നിർബന്ധമായും എല്ലാവരും പഠിച്ചു വെച്ചിരിക്കണം. വിശിഷ്ടാംഗത്വം നേടിയ വ്യക്തികള് ഒന്ന് KV രാമകൃഷ്ണനും മറ്റൊരാൾ ഏഴാച്ചേരി രാമചന്ദ്രനുമാണ്. ഈ KV രാമകൃഷ്ണൻ, അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അദ്ദേഹം ഒരു അധ്യാപകനാണ്, അതുപോലെ തന്നെ ഒരു കവിയുമാണ്. നമുക്ക് ഡ്രാക്കുള എന്ന നോവല്, ബ്രാം സ്റ്റോക്കറിന്റെ ഡ്രാക്കുള എന്ന നോവല് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഈ KV രാമകൃഷ്ണനാണ്. ഡ്രാക്കുളയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി തന്നത്, മലയാളികളുടെ ഇടയിലേക്ക് ഡ്രാക്കുളയെ കൊണ്ടുവന്നത് KV രാമകൃഷ്ണനാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഡ്രാക്കുള എന്ന നോവൽ ആരാണ് എഴുതിയത്? ബ്രാം സ്റ്റോക്കർ ആണ് അല്ലേ? അദ്ദേഹത്തിന്റെ ഡ്രാക്കുള എന്ന നോവൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് KV രാമകൃഷ്ണനാണ്. അദ്ദേഹത്തിനാണ് 2024
കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വ പുരസ്കാരം നൽകി ആദരിച്ചു. മറ്റൊരാൾ ഏഴാച്ചേരി രാമചന്ദ്രൻ. ഏഴാച്ചേരി രാമചന്ദ്രനെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? 2020 വയലാർ അവാർഡ് ജേതാവാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ. അദ്ദേഹത്തിന്റെ വയലാർ അവാർഡിന് അർഹമായ കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്നതാണ്. ഇത് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? ഏഴാച്ചേരി രാമചന്ദ്രൻ കവി മാത്രമല്ല, ഒരു പത്രപ്രവർത്തകനും കൂടിയാണ്. ഈ വെർജീനിയൻ വെയിൽക്കാലം എന്ന കൃതി രചിക്കാനിടയായ സാഹചര്യം, അദ്ദേഹത്തിന്റെ മകള് വെർജീനിയയിലാണ്, മകളെ കാണാൻ വേണ്ടി വെർജീനിയയിൽ എത്തുന്നു. അങ്ങനെ മകളോടൊപ്പം താമസിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഈ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കൃതി രചിക്കുന്നത്. പ്രണയത്തിന്റെ മൂർത്ത ഭാവമായ ഖലീൽ ജിബ്രാൻ എന്ന ഒരു കഥാപാത്രത്തെ നമുക്ക് ഈ വെർജീനിയൻ വെയിൽക്കാലത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. വെർജീനിയൻ വെയിൽക്കാലത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ആര്? ഖലീൽ ജിബ്രാൻ. പ്രണയത്തിന്റെ മൂർത്തഭാവമായാണ് അവിടെ ചിത്രീകരിക്കുന്നത്. ഇത്രയുമാണ് 2024 കേരള സാഹിത്യ അക്കാദമി അവാർഡുമായി ബന്ധപ്പെട്ടത്. കൂടുതൽ കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരുന്നത് വരെ ഏവർക്കും ബൈ. താങ്ക് യു.